Good morning all. Welcome to today's English class. How are you all? I hope you all are safe at your home. Okay, in the last class we have started a new story in our unit 1 by R.K. Narayan. Do you remember the title of the story? Yes, A Snake in the Grass. Okay, and I have given you some homeworks also. Have you completed the homeworks? What was the homework that I gave? Yes, to find out the answers for the textual questions. I hope you have completed it, and before entering into the rest of the story, we can just discuss the textual questions number 1 to 4. ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് തന്ന ഹോംവർക്ക് നിങ്ങൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഥയുടെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. Are you ready? Okay. Our first question is, identify the references to time or scene and the character in the first part of the story. അതായത് നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം തുടങ്ങുമ്പോൾ തന്നെ ഏത് സമയമാണ്, സീൻ എവിടെയാണ് നടക്കുന്നത്, ഏത് കഥാപാത്രമാണ് ആദ്യം എൻ്റർ ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങളാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. So hope you find out the answers. I have just scribbled the answers here on the board. The time, which time the story took place? Yes, afternoon, isn't it? And the first scene took place in, yes, at the road. Then, who is the first character appears? A cyclist, isn't it? Okay. The second question is, why did the cyclist ring the bell and shout? എന്തുകൊണ്ടാണ് സൈക്ലിസ്റ്റ് ഉറക്കെ ബെല്ലടിക്കുകയും ഷൗട്ട് ചെയ്യുകയും ചെയ്തത്? യെസ്, ബിക്കോസ് he saw a cobra entered into the compound and it crossed his wheel. അതുകൊണ്ടല്ലേ, ഒരു കോബ്ര കോമ്പൗണ്ടിൽ കയറിയത് കൊണ്ടല്ലേ സൈക്ലിസ്റ്റ് ഷൗട്ട് ചെയ്തത്? യെസ്. Now the third question. What did the members of the family accuse the gardener of? എന്ത് പറഞ്ഞാണ് ഫാമിലി മെമ്പേഴ്സ് ഗാർഡനറെ കുറ്റപ്പെടുത്തിയത്? They accused Dasa of being lazy. ദാസയുടെ ലേസിനെസ് കണ്ടുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തിയത്, അല്ലേ? നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതിന്റെ ആൻസർ ടീച്ചർ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു മാത്രം കേട്ടോ. ഓക്കെ. The fourth question. What do you mean by snake menace? Have you heard of any other such menaces? What do you mean by snake menace? I told you the meaning of the word menace is there in your glossary. Have you checked the meaning of the word menace? Menace എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് നിങ്ങൾ ഗ്ലോസറിയിൽ ചെക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. Then what do you mean by snake menace? Snake menace means the problems or the issues caused by a snake. പാമ്പ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ സ്നേക്ക് മെനാസ് എന്ന് പറയുന്നത്. ഇതേപോലുള്ള വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നമ്മുടെ അടുത്ത വീട്ടിൽ പാമ്പ് കയറിയിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും, അല്ലേ? അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ദോസ് മെനാസസ് ജസ്റ്റ് ബിലോ, ആൻഡ് ഇഫ് നോ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് നോ. ഐ ഹോപ്പ് യു ഹാവ് കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ഭാഗം ടീച്ചർ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്ക് എടുത്തത് വരെ എല്ലാവരും വായിച്ചു നോക്കിയോ? ഓക്കെ, നിങ്ങൾ വായിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. സോ ഐ എം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് നോക്കാലോ. ഓക്കെ, മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദേർ ഇൻ ദ ഫാമിലി? ഹൗ മെനി മെമ്പേഴ്സ് ആർ ദേർ? യെസ്, ദേർ ആർ 5 മെമ്പേഴ്സ്. ആരൊക്കെയാണ്? A mother and her 4 sons. Yes. Then, who is their servant? Yes, Dasa. Okay. What happened to the family? Why did the cyclist shout? Because the cyclist saw a snake entered into their compound. Yes. So many neighbors assembled in the family, and our Dasa is very lazy and he tried to dismiss the matter. ആ കാര്യം അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാൻ ലേസി ആയ ദാസ ഒരു ശ്രമം നടത്തുകയുണ്ടായി.
So the family members gave him a warning. What was the warning? എന്ത് വാണിംഗ് ആണ് ഫാമിലി മെമ്പേഴ്സ് ദാസയ്ക്ക് കൊടുത്തത്? ഡു യു റിമെമ്പർ? യെസ്, the thing is, somewhere here, if you fail to catch the snake, we will dismiss you. നിന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞാണ് അവർ വാൺ ചെയ്തത്, അല്ലേ? And many neighbors assembled. They started to discuss about something. What was their discussion about? എന്തൊക്കെ കാര്യങ്ങളാണ് നൈബേഴ്സ് ഡിസ്കസ് ചെയ്തത്? They discussed about snake menaces, isn't it? Okay. Then finally our Dasa asked a question triumphantly. What was the question? ഏറ്റവും അവസാനം വിജയശ്രീ ലാളിതനായതുപോലെ നമ്മുടെ ദാസ ഒരു ചോദ്യം ചോദിച്ചു, അല്ലെ? എന്തായിരുന്നു ആ ചോദ്യം? യെസ്, where is the snake? അല്ലെ? ടീച്ചർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ നെക്സ്റ്റ്, you have to read the paragraphs silently, and while reading underline the difficult words with a pencil. Okay, so now I am going to continue with the rest of the story. Are you ready? Okay. Page number 25, the second paragraph. An old beggar cried for alms at the gate. They told her that they were busy with a snake hunt. On hearing it, the old woman became happy. You are fortunate. It is God himself who has come to visit you. Don't kill the snake. Mother was in hearty agreement. You are right. I forgot all about the promised Abhishekam. This is a reminder. She gave a coin to the beggar who promised to send a snake charmer as she went. What do you understand by reading this paragraph? എന്താ മനസ്സിലായത്? നമ്മുടെ നൈബേഴ്സ് എല്ലാവരും ഈ സ്നേക്കിനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗേറ്റിന്റെ അടുത്ത് ആരാ വന്നത്? യെസ്, എൻ ഓൾഡ് ബെഗർ, വയസ്സായ ഒരു ബെഗർ വുമൺ ആണ് അവിടേക്ക് വന്നത്. ആൻഡ് ഷീ ക്രൈഡ് ഫോർ ആംസ്. ആംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്ഷ. ഭിക്ഷയ്ക്ക് വേണ്ടി അവര് യാചിച്ചു. They told her that they were very busy with a snake hunt. So what was the response of the neighbors and the family members? അവരെങ്ങനെയാണ് നമ്മുടെ നൈബറിനോട് റെസ്പോണ്ട് ചെയ്തത്? We don't have any time to give you some alms. We are very busy with a snake hunt. നിങ്ങൾക്ക് ഭിക്ഷ തരാനുള്ള നേരമൊന്നുമില്ല, ഞങ്ങൾ ഒരു സ്നേക്ക് ഹണ്ടിലാണ്, ഒരു പാമ്പിനെ ഞങ്ങൾ ഇവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് സ്ഥലം വിട്ടോളൂ എന്നാണ് അവർ പറഞ്ഞത്, അല്ലെ? On hearing it, the old woman became happy. ഒരു സ്നേക്ക് ഹണ്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ഓൾഡ് വുമണ് ഭയങ്കര സന്തോഷം തോന്നി. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? യു ആർ ഫോർച്ചുനേറ്റ്. ഫോർച്ചുനേറ്റ് മീൻസ് നിങ്ങൾ ഭാഗ്യശാലികളാണ്. കാരണം എന്താ? The God himself appeared before you. ദൈവം നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്, അല്ലെ? According to Hindu mythology, all Hindus treated snakes as their god. ഹിന്ദു മിത്തോളജി അനുസരിച്ച്, ഹിന്ദു പുരാണ വിശ്വാസം അനുസരിച്ച് പാമ്പുകളെ ദൈവങ്ങളായിട്ടാണ് ആരാധിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ഈ ബെഗർ വുമൺ പറയാണ്, യു ആർ ഫോർച്ചുനേറ്റ്, പ്ലീസ് ഡോണ്ട് കിൽ ദ സ്നേക്ക്. ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് അപ്പിയർഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അല്ലെ? ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ അതിനെ കൊന്നുകളയരുത്, നിങ്ങൾ ഒരുപാട് ഭാഗ്യശാലികളാണ് എന്നാണ് പറഞ്ഞത്. മദർ വാസ് ഇൻ ഹാർട്ടി അഗ്രിമെന്റ്. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്കും ഇവർ പറയുന്നത് ശരിയാണെന്ന് തോന്നി. യു ആർ റൈറ്റ്, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. ഐ ഫോർഗോട്ട് ഓൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. വാട്ട് യു മീൻ ബൈ അഭിഷേകം? ഇറ്റ്സ് എ മലയാളം വേർഡ്, അല്ലേ? അഭിഷേകം എന്ന് പറയുന്നത് ഒരു മലയാളം വേർഡാണ്, അത് അങ്ങനെ എഴുതിയിരിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു മിത്തോളജി അനുസരിച്ച് അഭിഷേകം എന്ന് പറഞ്ഞാൽ സർപ്പങ്ങൾക്ക് പാലഭിഷേകം നടത്തുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വുമൺ ഇവിടെ പറയുന്നത്. ഇവരൊരു അഭിഷേകം നേർന്നിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയേക്കായിരുന്നു. അതിന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം ഈ സ്നേക്ക് വന്നത് എന്നാണ്
നമ്മുടെ അമ്മ വിചാരിക്കുന്നത്. ദിസ് ഇസ് ദ റിമൈൻഡർ. അത് ഓർമ്മിപ്പിക്കാനാണ് ഈ കോബ്ര ഇവിടെ വന്നിട്ടുള്ളത്. ഷി ഗേവ് എ കോയിൻ ടു ദ ബെഗർ. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അമ്മ എന്ത് ചെയ്തു? ഷി ഗേവ് എ കോയിൻ ടു ദ ബെഗർ. അമ്മയ്ക്ക് ആ ബെഗർക്ക് ആ കോയിൻ കൊടുത്തു. Who promised to send a snake charmer as she went. പോകുന്നതിന് മുമ്പ് ഓൾഡ് ബെഗർ എന്താ പറഞ്ഞത്? I will send a snake charmer. ആരാണ് ഈ സ്നേക് ചാമർ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ പാമ്പ് പിടുത്തക്കാരെയാണ്, അല്ലെങ്കിൽ പാമ്പാട്ടികൾ എന്നൊക്കെ പറയാറുണ്ട്. ഈ മകുടിയൊക്കെ ഊതി പാമ്പുകളെ പരിശീലിപ്പിക്കുന്ന, അല്ലെങ്കിൽ പാമ്പുകളെ വളരെ അനായാസം പിടിക്കാൻ സാധിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്നേക് ചാമർ എന്ന് പറയുന്നത്. വാവ സുരേഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? ഹി ഈസ് എ സ്നേക് ചാമർ. അതുപോലെ ഒരു സ്നേക് ചാമറെ നമ്മുടെ ഈ ബെഗറിന് പരിചയമുണ്ടെന്നും അവരെ എത്രയും വേഗം ഈ വീട്ടിലേക്ക് വിടാമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഓൾഡ് ബെഗർ വുമൺ അവിടെ നിന്ന് പോയത്. Hope you understood this paragraph. Okay, I am moving to the next paragraph. Listen. Presently, an old man appeared at the gate and announced himself as the snake charmer. They gathered around him. He spoke to them of his life and activities and his power over snakes. They asked admiringly, "How do you catch them?" Thus, he said, pouncing upon an imaginary snake on the ground. They pointed at the direction in which the cobra had gone and asked him to go ahead. He looked helplessly and said, "If you show me the snake, I will catch it at once. Otherwise, what can I do? The moment you see it again, send for me. I live nearby." He gave his name and departed. What happened? The next character appeared at the gate. Who was he? He might be the snake charmer. He is an old man. An old man appeared in front of the gate. ഒരു വയസ്സായ ആള് ആ ഗേറ്റിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അല്ലെ? So he might be the snake charmer and he is very old. And announced himself as the snake charmer. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. എന്തെന്നാണ് പരിചയപ്പെടുത്തിയത്? Yes, I am the snake charmer. They gathered around him. ഇത് കേട്ടപ്പോ അവിടെയുള്ള അയൽക്കാരും വീട്ടുകാരും എല്ലാവരും നമ്മുടെ ഈ സ്നേക് ചാമറിന് ചുറ്റും ഒത്തുകൂടി. He spoke to them of his life and activities and his power over snake. ഒരു അവസരം കിട്ടിയപ്പോ, കുറച്ച് ആൾക്കാരെ മുന്നിൽ കിട്ടിയപ്പോ, ഇദ്ദേഹം നമ്മുടെ ഈ സ്നേക് ചാമർ സമയം കളയാതെ തന്നെ അദ്ദേഹത്തിന് പാമ്പുകളുടെ മുകളിലുള്ള പവറിനെ കുറിച്ചും അദ്ദേഹം ഇത്രയും നാൾ നടത്തിയ പാമ്പ് വേട്ടയെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. Then അദ്ദേഹം ചോദിച്ചു, they asked admiringly, "How do you catch them?" അവരെല്ലാവരും admiringly, ആരാധനയോടുകൂടി അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ പാമ്പിനെ പിടിക്കുന്നത്? How do you catch snakes? Thus he said. അപ്പൊ അദ്ദേഹം ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ഞാൻ പാമ്പുകളെ പിടിക്കുന്നത്. Pouncing upon an imaginary snake on the ground. ഗ്രൗണ്ടില് ഒരു സ്നേക്ക് കിടക്കുന്നുണ്ട്, ഒരു ഇമാജിനറി സ്നേക്ക് ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ചാടി വീഴുന്നത് പോലെ, പൗൺസ് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്നേക് ചാമർ വളരെ സിമ്പിൾ ആയിട്ട് അതിനെ പിടിക്കുന്നത് പോലെ അഭിനയിച്ച് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു അല്ലെ? ഓക്കെ. And thus he said, pouncing upon an imaginary snake on the ground. They pointed to the direction in which the cobra had gone and asked him to go ahead. ഇദ്ദേഹത്തിന്റെ പ്രകടനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ നൈബേഴ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് ആരാധന തോന്നി. അവരെന്ത് ചെയ്തു? They pointed to the direction the snake had gone. പാമ്പ് പോയ വഴി അവർ ആ സ്നേക് ചാമറിന് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തു. Then ആ സമയത്ത് എന്ത് ചെയ്തു? He looked helplessly and said. അപ്പോ ഇവരുടെ വിചാരം ഇപ്പൊ തന്നെ സ്നേക് ചാമർ ഈ പാമ്പിനെ പിടിക്കും എന്നാണ്. പക്ഷെ നമ്മുടെ സ്നേക് ചാമർ ഹെൽപ്ലെസ്ലി, നിസ്സഹായനായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, "If you show me the snake, I will catch it at once. Otherwise, what can I do?" നിങ്ങൾ പാമ്പിനെ തൊട്ട് മുമ്പിൽ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ അതിനെ പിടിച്ചുകൊണ്ട് പൊക്കോളാം. പക്ഷെ അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? If you find out the snake again, just ring me, just call me. I live nearby.
ഞാനിവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. നിങ്ങൾ ഇനിയും ആ സ്നേക്കിനെ കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം, ഞാൻ അതിനെ പിടിച്ചോളാം. അല്ലാതെ അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല എന്നാണ് സ്നേക് ചാമർ പറഞ്ഞു. മനസ്സിലായോ? ഓക്കെ. I live nearby. He gave his name and departed. അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ട് he departed. അവിടെ നിന്നും സ്നേക് ചാമർ പോയി. Now the next paragraph. At 5 in the evening, they threw away their sticks and implements and returned to the veranda to rest. They had torn up every stone in the garden and cut down every grass blade and shrub so that the tiniest insect coming into the garden should have no cover. They were loudly discussing various measures they would take to protect themselves against reptiles in the future, when Daza appeared before them carrying a water pot whose mouth was sealed with a slab of stone. എന്താ സംഭവിച്ചത്? At 5 in the evening, അങ്ങനെ ഇവർ വീണ്ടും സ്നേക് കണ്ടു തുടങ്ങി. പാമ്പിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം വീണ്ടും അവർ തുടങ്ങി. അങ്ങനെ ഉച്ചയ്ക്ക് തുടങ്ങിയ ശ്രമം ഇപ്പൊ എത്ര സമയമായി? It became 5 o'clock in the evening. It became 5 o'clock. They threw away their sticks. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ വടിയും അവരുടെ ടൂൾസും ഒക്കെ എറിഞ്ഞുകൊണ്ട് they retired to the veranda. വരാന്തയിലേക്ക് റിട്ടയർ ആയി എന്ന് പറഞ്ഞാൽ അവിടേക്ക് തിരിച്ചു പോയി, മടങ്ങിപ്പോയി. എന്തിനു വേണ്ടി? ടു ടേക്ക് റെസ്റ്റ്. കുറച്ച് സമയം വിശ്രമിക്കുന്നതിന് വേണ്ടി അവർ തിരിച്ചുപോയി. What is the meaning of the word implements? Underline the word. Implements means tools. Okay, ആയുധങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. They had turned up every stone in the garden. ഒരു കുഞ്ഞി കല്ലുണ്ടെങ്കിൽ അതുപോലും അവർ തിരിച്ചു നോക്കിയിട്ടുണ്ട് പാമ്പിന് വേണ്ടിയിട്ട്, അല്ലെ? And cut down every grass, blade and shrub. ചെറിയ പുൽക്കൊടിയും ചെറിയ കുറ്റിച്ചെടികളും എല്ലാം റൂട്ട് ലെവലിൽ കട്ട് ചെയ്തുകൊണ്ട് അവർ ആ ഗാർഡൻ മൊത്തം അരച്ചു പെറുക്കി നോക്കിയിട്ടുണ്ട്. So that the tiniest insect coming into the garden should have no cover. ഇനി ആ ഗാർഡന്റെ ഉള്ളിൽ നിന്നും ചെറിയ ഒരു ഇൻസെക്ട് പറന്നാൽ വരെ അതിനൊരു മറയില്ലാത്ത തരത്തിൽ ആ ഗാർഡനെ അവര് നീറ്റാക്കി വെച്ചു. എന്നിട്ട് അവർക്ക് ആ പാമ്പിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? Could they find the snake? No, they failed to find out the snake. They worked very hard, but they couldn't find out the snake. They were loudly discussing various measures they would take to protect themselves against reptiles in future. Power, they retired to the veranda. Actually, they are taking rest, isn't it? They are very tired. So they were loudly discussing about what all measures they would take to prevent the entering of cobra into their compound. അപ്പോൾ അവർ അവിടെ ഇരുന്നിട്ട് ഉറക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. എന്തിനെ കുറിച്ച്? ഇനി റെപ്റ്റൈൽസ്, അതായത് ഇഴജന്തുക്കളും പാമ്പിനെ പോലുള്ള ഇഴജന്തുക്കൾ അവിടെ വീടുകളിലേക്ക് വരുന്നത് തടയാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ആരാണ് അവിടെ വന്നത്? At the same time, Dasa appeared in front of them by taking a pot and the cover, and the mouth of the pot was covered with a slab of stone. നമ്മുടെ ദാസ പെട്ടെന്ന് നമ്മുടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ഒരു കലം ഉണ്ടായിരുന്നു. അതിന്റെ വായഭാഗം ഒരു കല്ലിന്റെ സ്ലാബ് കൊണ്ട് മറച്ചു പിടിച്ച് പൊത്തിപ്പിടിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ദാസ അവരുടെ മുമ്പിലേക്ക് വന്നു. Whose mouth was sealed with a slab of stone. He put the pot down and said, അങ്ങനെ ആ പോട്ട് താഴെ വെച്ചുകൊണ്ട് ദാസ പറഞ്ഞു, I have caught him in this. ഞാൻ അവനെ ഇതില് പിടിച്ചിട്ടുണ്ട്. I saw him peeping out of it. Peeping, എത്തി നോക്കുക, ഒളിച്ചു നോക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഒരു പൊത്തിന്റെ ഉള്ളിൽ നിന്നും ഒളിച്ചു നോക്കുന്ന ഇതിന്റെ ഉള്ളിൽ നിന്നും ഒളിച്ചു നോക്കുന്നത് ഞാൻ കണ്ടു. I saw him before he could see me. അവൻ എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. He explained at the length the strategy he had employed to catch and sealed up the snake in the pot. കലത്തിനുള്ളിലെ പാമ്പിനെ കണ്ട നമ്മുടെ ഈ ദാസ എന്തൊക്കെ സ്ട്രാറ്റജി, എന്തൊക്കെ മെത്തേഡുകൾ, എന്തൊക്കെ രീതികൾ ഉപയോഗിച്ചിട്ടാണ് ഈ പാമ്പിനെ അതിസാഹസികമായി പിടിച്ചത് എന്നൊക്കെ അവിടെ വിവരിക്കേണ്ടത്.
അത് മാത്രമാണോ, ദ ലെങ്ത് ഓഫ് ദ സ്നേക്ക് ഓൾസോ, പാമ്പിന്റെ നീളത്തെയും അതിന്റെ വണ്ണത്തെയും അതിനെ പിടിച്ച രീതിയും ഒക്കെ വളരെ വിശദമായി അവിടെ നമ്മുടെ ദാസ വിവരിക്കേണ്ടത്. They stood at a safe distance and gazed on the pot. ഇത് കേട്ട് നമ്മുടെ നൈബേഴ്സും ഫാമിലി മെമ്പേഴ്സും ഒരു സേഫ് ഡിസ്റ്റൻസിലാണ് നിന്നത് പോട്ടിന്റെ അടുത്തുനിന്ന്. Why? The cobra is in the pot, isn't it? So they stand little away from the pot. They stood at a safe distance and gazed on the pot. ആ പോട്ടിലേക്കിനെ തുറപ്പിച്ചു നോക്കിക്കൊണ്ട് എല്ലാവരും ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നു. Dasa had the glow of a champion on his face. ആ സമയത്ത് നമ്മുടെ ദാസയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. He had a glow of a champion. ആ ഒരു ചാമ്പ്യന്റെ, ഒരു വിജയിയായതിന്റെ എല്ലാ തിളക്കവും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. Don't call me an idler hereafter. Idler means മടിയൻ. ഇനി നിങ്ങൾ എന്നെ ഒരു മടിയൻ എന്ന് വിളിച്ച് ഒരു ലേസി മാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കരുത് കേട്ടോ. He said, mother complimented him on his sharpness and wished he had placed some milk in the pot as a sort of religious duty. Mother became very happy. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അല്ലേ. കുറച്ചു മുമ്പ് വരെ all accused Dasa of being lazy. Now everybody became happy and they complimented on the braveness of Dasa. ദാസ കാണിച്ച ആ ധീരതയെ അവരെല്ലാവരും കോംപ്ലിമെന്റ് ചെയ്തു, അഭിനന്ദിക്കാൻ ആരും മറന്നില്ല. ഇനി അമ്മയ്ക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എന്താണത്? She want to do some religious duty. മതപരമായ ചില ആചാരങ്ങൾ നടത്തുവാൻ അമ്മ ആഗ്രഹിച്ചു. എന്താണ് അമ്മ ആലോചിച്ചത്? Anyhow, she promised an abhishekam to the snake. Now the snake is in the pot, so she wished to pour some milk in the pot. എന്തായാലും ഒരു അഭിഷേകം നടത്തണമെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. ഒരു റിയൽ സ്നേക്കിനെയാണ് ഇപ്പൊ കുടത്തില് സൗകര്യമായിട്ട് ഒത്തു കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താ വിചാരിച്ചത്? ഒരു റിലീജിയസ് ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ കുറച്ച് പാല് ആ കുടത്തിലേക്ക് ഒഴിക്കണമെന്നാണ് അമ്മ ആഗ്രഹിച്ചത്. And he picked up the pot cautiously. അത് കേട്ടപ്പോ തന്നെ നമ്മുടെ ദാസ he picked up the pot. താഴെ നിന്നും ആ പോട്ട് cautiously, ശ്രദ്ധയോടുകൂടി. Underline the word and write the meaning just above. Cautiously means with great care, by giving great care. ശ്രദ്ധയോട് കൂടി ആ പോട്ട് അദ്ദേഹം കയ്യിലെടുത്തു. And walked off saying that he would leave the pot and its content with the snake charmer living nearby. തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന സ്നേക് ചാമറിന് ഇത് കൊണ്ടുവന്ന് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദാസ അവിടെ നിന്നും പോയി. He became the hero of the day. അങ്ങനെ ആ ദിവസത്തെ ഹീറോ ആയിട്ട് മാറി ആര്? ദാസ. They watched him in great admiration and decided to reward him adequately. എല്ലാവരും ആരാധനയോടുകൂടി ദാസ പോകുന്നതും നോക്കി നിന്നു. അത് മാത്രാണോ? നോ, അവനൊരു റിവാർഡ് കൊടുക്കണമെന്നും തീരുമാനിക്കേണ്ടേ. എന്താണ് റിവാർഡ് എന്ന് പറഞ്ഞാൽ? ആ പ്രതിഫലം, അവൻ ഈ ചെയ്ത വർക്കിന് ഒരു പ്രതിഫലം കൊടുക്കണമെന്നും എല്ലാവരും തീരുമാനിച്ചു. The last paragraph. It was 5 minutes since Dasa had gone when the youngest son cried, "See there, out of a hole in the compound wall, a cobra emerged." ദാസ പോയി കഴിഞ്ഞ് ഏകദേശം ഒരു 5 മിനിറ്റ് ആയി കാണും. ആ സമയത്ത് the youngest son cried. നമ്മുടെ ഈ 4 മക്കളിൽ ഇളയവനായിട്ടുള്ളവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "See there, അവിടെ നോക്ക്, out of a hole in the compound wall, a cobra emerged." നമ്മുടെ കോമ്പൗണ്ട് വാളിന്റെ ഹോളിൽ നിന്നും അതാ ഒരു കോബ്ര പുറത്തേക്ക് വരുന്നു. It glided along towards the gate and paused for a moment to look at the gathering in the veranda with its hood half raised. അവർ നോക്കി നിൽക്കെ ആ കോമ്പൗണ്ട് വാളിന്റെ ഒരു ഹോളിനുള്ളിൽ നിന്നും ഒരു കോബ്ര പുറത്തേക്ക് വരികയും ഇറ്റ് ഗ്ലൈഡഡ്, അത് ഇഴഞ്ഞു നീങ്ങി. എന്തിനു നേരെ? ടുവേർഡ്സ് ദ ഗേറ്റ്, ഗേറ്റിന് നേരെ ഇഴഞ്ഞു നീങ്ങി. കുറച്ചു നേരം പോയതിനു ശേഷം it stopped, അവിടെ നിന്നു. and looked at the gathering on the veranda. ഈ വരാന്തയിലെ കുറെ പേര് ക്ഷീണിച്ച് അവശരായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെ. അവരുടെ നേരെ തന്റെ പത്തി വിടർത്തി ഒന്ന് നോക്കിയതിനു ശേഷം അത് മുന്നോട്ട് പോയി. ഹുഡ് എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ പത്തിയെയാണ് നമ്മൾ ഹുഡ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് മീനിങ് എഴുതണം കേട്ടോ.
He looked at the gathering in the veranda with its hood half raised. പകുതി ഒന്ന് ഉയർത്തി, തന്നെ പകുതി ഒന്ന് ഉയർത്തി വരാന്തയിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കി, ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഒന്ന് അറിയിച്ച് തിരിച്ച് he resumed his journey. അതിന്റെ മുന്നോട്ട് തന്നെ നമ്മുടെ പാമ്പിന്റെ യാത്ര തുടർന്നു. And disappeared along a drain. ഒരു അഴുക്കുചാൽ, ഡ്രെയിൻ എന്ന് പറഞ്ഞറിയില്ലേ, ഒരു അഴുക്കുചാലിലേക്ക് അത് ഡിസപ്പിയർഡ് ആയി. When they recovered from the shock, they asked, "Does it mean there are 2 snakes here?" The college boy murmured, "I wish I had taken the risk and knocked the water pot from Dasa's hand. We might have known what it contained." And all became shocked after seeing the snake. ഇവരെല്ലാവരും ഈ സ്നേക്കിനെ കണ്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവർ ഷോക്കിൽ നിന്നും മാറിയപ്പോ അവർ ചിന്തിക്കുകയാണ്, there is 2 snakes here. അപ്പൊ ശരിക്കും ഇവിടെ 2 സ്നേക്ക് ഉണ്ടായിരുന്നോ? ഒരെണ്ണത്തിനല്ലേ ഇപ്പൊ തന്നെ ദാസ കൊണ്ടുപോയത്. അപ്പൊ ഇപ്പൊ ഈ പോയ കോബ്ര ഏതാണ്? അപ്പൊ ആ സമയത്ത് നമ്മുടെ കോളേജ് ബോയ് ആയിട്ടുള്ള കുട്ടി മർമേഡ്, അവൻ പിറുപിറുത്തു. എന്താണ് അവൻ പറഞ്ഞത്? I wish I had taken the risk. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ആ ദാസ ഇവിടെ നാ പോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാനൊരു ഇത്തിരി സാഹസം കാണിച്ചിരുന്നെങ്കിൽ, ഒരു ഇത്തിരി റിസ്ക് ഞാൻ എടുത്തിരുന്നെങ്കിൽ. എന്തിന്? ടു ചെക്ക് വാട്ട് ഈസ് ഇൻസൈഡ് ദ പോട്ട്. ആ പോട്ടിനുള്ളിൽ എന്തായിരുന്നു എന്ന് ഒരു ചെറിയ റിസ്ക് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ രണ്ടാമതൊരു സ്നേക്കിനെ കാണേണ്ടി വരില്ലായിരുന്നു. Then what do you understand by this comment? ഈ കോളേജ് ബോയുടെ ഈ കമന്റ് കൊണ്ട് എന്താണ് മനസ്സിലായത്? നമ്മുടെ ദാസ കൊണ്ടുപോയ പോട്ടില് കോബ്ര ഉണ്ടായിരുന്നോ? No. Actually, our Dasa was acting. Actually, he want to become the hero of the day. അല്ലേ? താൻ ഹീറോ ആവുന്നതിന് വേണ്ടി, എല്ലാവരുടെ മുമ്പിലും ഒരു ചാമ്പ്യൻ ആവുന്നതിന് വേണ്ടി he pretended that he caught the snake. Do you enjoy this story? Okay. I hope you understood the story. You have to, what is the homework that I am going to give you? Okay, to find out the textual question answers from question number 5 to 9. Okay, read the text fully and find out the answers for the textual questions. Okay, one more homework I am going to give you, that is activity number 1. It is very simple, that's why I am going to give you. Activity number 1 വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഇതുകൂടി ടീച്ചർ തരുന്നത്. അതായത് നമ്മുടെ ഇതിലെ ഇവന്റ്സ് എല്ലാം ഒരു ജംപിൾഡ് ഓർഡറിൽ കൊടുത്തിരിക്കുകയാണ്. അതായത് ഓർഡർ തെറ്റിച്ച് കൊടുത്തേക്കാണ് ഈ കഥയിലെ സംഭവങ്ങളെല്ലാം. അതിനെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ എഴുതാനാണ് ഈ ചോദ്യം. അപ്പൊ താഴെ നിങ്ങൾക്ക് സ്ഥലം തന്നിട്ടുണ്ട് ഓർഡറിലായിട്ട് എഴുതാൻ. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓരോ സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കി അതിന് നമ്പർ ഇട്ടതിന് ശേഷം താഴെ 1, 2, 3 എന്നിട്ടിട്ട് കൃത്യമായി ഒന്ന് എഴുതി വെക്കണം പെൻസിൽ കൊണ്ട്. ഡു ഇറ്റ് ഇൻഡിവിജ്വലി ഫസ്റ്റ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ആൻസർ പറയാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.